നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് 2 മാസത്തെ പെൻഷനായിരിക്കും സർക്കാർ വിതരണം ചെയ്യുക. ഇതിനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. തുക എത്രയും വേഗം ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ക്രിസ്തുമസിന് മുൻപ് തന്നെ ആനുകൂല്യം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 3000 കോടി രൂപ ഇപ്പോൾ സഹകരണ സംഘങ്ങളോട് സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിതരണം ഉടനുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും 2 ഗഡു പെൻഷൻ ഈ ഒരു സമയത്ത് എത്തിച്ചേരുക. മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെങ്കിൽ മാത്രമായിരിക്കും 1 ഗഡു പെൻഷനായിട്ട് അത് ചുരുങ്ങുക. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റോ മറ്റ് രേഖാസമർപ്പണമോ മസ്റ്ററിങ്ങോ പോലുള്ള കാര്യങ്ങൾ ചെയ്യണമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. സംസ്ഥാനത്ത് പരിശോധനകൾ നടക്കുമ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതായിട്ടൊക്കെയുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ യാതൊരു ക്രമീകരണങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല, രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. മുൻപ് ഇത് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഈ നിയമങ്ങളെല്ലാം തൊട്ടടുത്ത വർഷം വീണ്ടും പ്രാബല്യത്തിൽ വരും. ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള അറിയിപ്പ് അനുസരിച്ച് രേഖകൾ സമർപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അത് പുതുക്കിയാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു ക്രമീകരണങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലാണ് എങ്കിലും അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഗുണഭോക്താവിൻ്റെ ഫോട്ടോ, അതോടൊപ്പം തന്നെ അപേക്ഷയുണ്ടാകും. അപേക്ഷയിൽ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച ശേഷം നമുക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടുകളെല്ലാം നമ്മളുടെ തദ്ദേശ സംവരണ സ്ഥാപനത്തിൽ പിന്നീട് വേരിഫിക്കേഷനായിട്ട് നമ്മൾ നേരിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് നമ്മളുടെ അർഹത കൃത്യമായിട്ട് വിലയിരുത്തുന്നതും. അതിനുശേഷം ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ തന്നെ അപ്രൂവൽ ഉണ്ടാകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് IPPB നിവ ഭൂപിയുമായിട്ട് സഹകരിച്ച് 15 ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലാണ് ഇത് ലഭിക്കുന്നത്. ലോക്കൽ പോസ്റ്റ് ഓഫീസുകൾ, അതായത് നമ്മുടെ പ്രദേശങ്ങളുള്ള ഗ്രാമീണ തപാൽ ഓഫീസുകളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റി അവർക്ക് ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ എത്തിച്ചേരുക. ഇതൊരു ടോപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസുകൾക്ക് ക്ലെയിം ലഭിക്കുന്നതല്ല. അതായത് 3 ലക്ഷം രൂപ ആശുപത്രിയിൽ ചിലവായി എങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ ലഭിക്കുന്നതല്ല, 1 ലക്ഷം രൂപയായിരിക്കും ഈ സ്കീം വഴി ലഭിക്കുന്നത്. വ്യക്തിഗത പ്ലാനിന് 899 രൂപയാണ്. അതോടൊപ്പം തന്നെ ഫാമിലി ആയിട്ട് ഇതിൽ ചേരുന്നതിനും സാധിക്കുന്നതാണ്. 1399, 1799 എന്നിങ്ങനെയൊക്കെ ഈ സ്കീമിൽ വിവിധ വേരിയന്റുകളുണ്ട്. വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഹെഡ് പോസ്റ്റ് ഓഫീസുകളെ സന്ദർശിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരുടെ മക്കൾക്ക് വേണ്ടി പൊതുപ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്ക് സൗജന്യമായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന സ്കീമിലേക്ക് ഈ 15-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.